തകർക്കും. എടാ ഇവിടെ ഇല്ലടാ, അവിടെ കൊണ്ടുപോയിടാ. എടാ എന്റെ നെഞ്ചത്ത് കൊണ്ട് വയ്ക്കാതെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇതാരടാ ഈ സമയത്ത് വിളിക്കുന്നത്? ആ ജോയിയാ? ആ പറടാ ജോയ്. ബെന്നിച്ചായ, കിടിലൻ സീൻ വെച്ചാൽ കിടിലൻ സീൻ. ഏത് സീൻ? നീ ഏത് കാര്യം പറയണ? മറ്റേ നമ്മളെ ഹൊറർ സീനേ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായി. എന്തായി? എൻ്റെ ബെന്നിച്ചായ, ഞാൻ ചെയ്തുകൊണ്ട് പറയണില്ല, ഈ സീൻ വരുമ്പം ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടും, അത് ഉറപ്പാണ്. നീ എന്താടാ ഈ പറയണ? അല്ല ബെന്നിച്ചായ, ഈ ഹൊറർ സീൻ കണ്ട് ആൾക്കാർ ഇറങ്ങി ഓടും എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും കിടിലോടായി ബെന്നിച്ചായ, അത്രയും കിടിലെന്ന് വെച്ചാൽ അത്രയും കിടിലം. എന്നാ പിന്നെ ഒന്ന് അറിയണമല്ലോ. ശരി, ഞാൻ പെട്ടെന്ന് വരാം. നീയേ ആ സീനൊന്ന് കാണിച്ചു തന്നാ മതി. എൻ്റെ ബെന്നിച്ചായ, ഞാൻ ഇവിടെ ഉണ്ട്. ശരി. ബ്രേക്ക്. ഇപ്പൊ വരാം, ഒരു 5 മിനിറ്റ്, ഒരു ചെറിയ സീനുണ്ട്. ഇത് മതി ബെന്നിച്ചായ, ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ. ജോയ്, എന്തായി സീൻ? എന്തായി? ഉഗ്രൻ എന്ന് വെച്ചാൽ ഉഗ്രൻ. ഞാൻ ചെയ്തോണ്ട് പറയാനില്ല. കിടിലം എന്ന് വെച്ചാൽ കിടിലം. നീ ചെയ്തോണ്ടാണല്ലോ. നീ പിന്നെ എക്സൈറ്റ്മെന്റും കയറ്റി നീ ആ സീനൊന്ന് കാണിച്ചേ, ഞാനൊന്ന് കാണട്ടെ. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്ത് പ്രശ്നം? ഈ VFX കണ്ട് തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഓടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓടാൻ ചാൻസ്? നീ എന്തുവാടാ ഈ പറയണ? അല്ല, VFX അത്രയും കിടിലാണ്. ഓ എടാ, നീ ആദ്യം ഒന്ന് കാണണ്ടേ, ഞാൻ ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തോ ചെയ്യണമെന്ന്. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ എന്തൊരു ഇഷ്യൂ? സെൻസർ ബോർഡ് ഇത് കട്ട് ചെയ്യും. സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്നു? എന്റെ പൊന്നു ജോയ്, നീ ഒന്ന് കാണിച്ചതാ, ഞാൻ ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത്. പേടിക്കല്ലേ. പുള്ളിയെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിടാം, വെറുതെ സമയം കളയാതാ. കാണിക്കാം. പേടിച്ചില്ലേ? ഞാൻ ഇപ്പോഴേ പേടിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഉഗ്രൻ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴും സൂപ്പറാണെന്ന്. നീ പറഞ്ഞ പോലെ ശരിയാണ്ടാ. സെൻസർ ബോർഡ് ഇത് കണ്ടു കഴിഞ്ഞാ നീ പറഞ്ഞതുപോലെ പകുതി കട്ട് ചെയ്യരുത്, മുഴുവൻ കട്ട് ചെയ്യാനാണ് നല്ലത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. കാരണം മനസ്സിലായില്ലേ, നീ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ്, നീ ചെയ്യുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റി, അതെല്ലാം ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്കിത് ശരിയാവൂല. മാത്രമല്ല ഓഡിയൻസിന്റെ കാര്യം കൂടെ നമുക്ക് നോക്കണം. അതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് നൈസായിട്ട് ഡിലീറ്റ് ചെയ്യണല്ലേ നല്ലത്. കാരണം ഭയം, ചിലപ്പോ ഇനി ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുണ്ടെങ്കിലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എഡിറ്റൊക്കെ ടോപ്പ് നോച്ച്, എന്തൊരു പറയാം, വേറെ ലെവൽ സാധനം. പക്ഷേ നമുക്കിത് വേണ്ട. കാരണം ഇത്രയ്ക്കുള്ള എഡിറ്റ് നമുക്ക് വേണ്ട. ഇത്രയും എഫക്ട്സ് ആണെന്ന് കരുതി ആൾക്കാർ ഒറിജിനൽ ആണെന്ന് കരുതി പേടിച്ചാലോ? ശരിയാണ്, മനസ്സിലായില്ലേ? നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റൂല. പടമല്ലേ, ബാൻ ചെയ്താൽ നിന്റെ ക്രിയേറ്റിവിറ്റി എങ്ങനെ പോടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്കിത് ഡിലീറ്റ് ആക്കണല്ലേ നല്ലത്. എഡിറ്റ് ഉഗ്രൻ, ഒന്നും പറയാനില്ല. എന്റെ പൊന്നേ, കിടില സാധനം. ഇനി പക്ഷെ ഇങ്ങനെ മുൻകൂട്ടിയൊന്നും ചെയ്യരുത് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരുടെ ഭയം, ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്, മനസ്സിലായില്ലേ? നമുക്ക് ജനങ്ങളാണല്ലോ മെയിൻ. സത്യം. ഞാൻ പോട്ടെ എന്തായാലും. നീ തൽക്കാലം വേറെ ഒന്നും ചെയ്യണ്ട, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ഡിലീറ്റ് അങ്ങ് ചെയ്യണേന് ഏറ്റവും നല്ലത്. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് റീവർക്ക് ചെയ്യാം. റീവർക്ക് ചെയ്യണ്ട, ഞാൻ വന്ന് നമുക്ക് ഒപ്പം ഇരുന്ന് ചെയ്യാം. അപ്പോഴാകുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോർമലായിട്ട് കാണാൻ പറ്റുമല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ശരി എന്നാ. ഓക്കെ. അപ്പോൾ ശരി, വേറെ ഒന്നും തോന്നരുത്. എഡിറ്റൊക്കെ അടിപൊളി, ഉഗ്രൻ. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സീന് നീ ചെയ്യണ്ട, ഞാൻ വന്നിട്ട് ചെയ്താൽ മതി. ഏത് മറ്റേ ഹൊറർ വേറൊരു ആത്മഹത്യ സീനില്ലേ, അതും നീ ഇപ്പൊ പറഞ്ഞ പോലെ മറ്റേ ഓവർ VFXും ഹാർട്ട് അറ്റാക്കും മറ്റേ ഇത് ഒറിജിനൽ ആണെങ്കിൽ എന്ത് ചെയ്യോടാ, മനസ്സിലായില്ലേ? ബാനൊക്കെ കട്ടിങ്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ. സമയം മെനക്കെടുത്ത അവൻ്റെ അമ്മൂമ്മയുടെ VFX. ഞാൻ ഒരു സംഭവം തന്നെ മരം വെച്ചതായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത്. മരം മാറ്റി 2-3 പേരും കൂടെ ആടി നോക്കാം, അപ്പോൾ ശരിയാവുമായിരിക്കും. എന്നിട്ട് ഒന്നുകൂടെ വിളിച്ച് നോക്കാം.